ഓക്കെ, നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് റീപ്ലെനിഷ്മെൻറ്റ്. നമ്മൾ വെയർ ഹൗസിൽ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടേമാണ് റീപ്ലെനിഷ്മെൻറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, നികത്തുകയാണ്. ലൈക്ക് നമ്മൾ ആ സ്റ്റോക്ക് അറൈവ് ചെയ്യുന്നതും സ്റ്റോക്ക് നമ്മൾ ഔട്ട് ചെയ്യുന്നുണ്ടോ പല സ്ഥലങ്ങളിലേക്ക്, പല നമ്മുടെ എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് നമ്മളുടെ വെയർ ഹൗസ് അവിടെ നിലകൊള്ളുന്നത്, ഇതനുസരിച്ചിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെയാണോ നമ്മുടെ സ്റ്റോക്സ് ഔട്ട് ആവുന്നത്, ഈ ഔട്ടായി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ ഒരു സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ എമൗണ്ട് QH എന്ന് പറയുന്നത് നേരത്തെ അല്ലേ, ആ ഒരു ക്വാണ്ടിറ്റി ഇൻ ഹാൻഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ്, അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് ഇവിടുന്ന് ഔട്ട് ആവുന്നതനുസരിച്ചിട്ട് നമുക്കതിൻ്റെ എന്ത് വേണം, ആ ഒരു റിക്വയർമെൻറ്റ് കണക്കിലെടുത്തുകൊണ്ട്, ആ ഒരു പ്രൊഡക്റ്റിന് റിക്വയർമെൻറ്റ് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഓർഡർ ചെയ്യും. ലൈക്ക് നമ്മുടെ വെൻഡറുടെ അടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ സപ്ലയറുടെ അടുത്ത് എന്ത് ചെയ്യും, വീണ്ടും ഓർഡർ ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയാണ് എന്ത് വരുന്നത്, ആ ഒരു റീപ്ലെനിഷ്മെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ലോജിസ്റ്റിക്സിൽ ബുൾവിപ്പ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബുൾവിപ്പ് ഇഫക്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു റീപ്ലെനിഷ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു പ്രോപ്പർ ഇൻവെൻട്രി ലെവൽ എല്ലായിടത്തും കീപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇൻ കേസ് ഒരു ഫ്ലക്ച്വേഷൻ സംഭവിച്ചാലും, മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിച്ചാലും എന്ത് ചെയ്യാം, ആ ഒരു നീഡ് ഒന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ത്, ഈ ഒരു റീപ്ലെനിഷ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഒരു വെയർ ഹൗസിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രേഡിങ് ആൻഡ് പാക്കേജിങ്. ഗ്രേഡിങ് നമുക്ക് പറയുന്ന പോലെ തന്നെ എന്താണ്, തരംതിരിക്കുക. ഓക്കെ, മെയിനായിട്ടും ഗ്രേഡിങ് എന്ന് യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഓഫ്കോഴ്സ് പെരിഷബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം, ലൈക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രെയിൻസ് ആയിരിക്കാം, ധാന്യങ്ങൾ, നമ്മുടെ പയർ, കടല, പരിപ്പ്, അതുപോലുള്ള ധാന്യങ്ങളായിരിക്കാം. ഇതെന്താ, ഗ്രേഡ് ചെയ്യുക, അതിൻ്റെ വെയിറ്റ്, കളറ്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെയുള്ള തരംതിരിവാണ് അവിടെ വരുന്നത് ഗ്രേഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേ ബി ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം പോലെയുള്ളൊരു ആയിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്. ലൈക്ക് മേ ബി ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഫാക്ടറീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവാം ഒരു വലിയൊരു പ്ലാറ്റ്ഫോം, ലൈക്ക് ഒരു സ്റ്റീലിൻ്റെ ഒരു ബേസിലിട്ടിട്ട് എന്ത് ചെയ്യുക, ഈ പരിപ്പ്, പയറൊക്കെ തിരിച്ചിട്ട് അതിൽ നിന്ന് ചീത്തയൊക്കെ മാറ്റി നല്ലതെടുത്തിട്ട് ഇപ്പോൾ മേ ബി ഒരു കവറിലാക്കിയിട്ട് ഇതൊരു 100 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റുന്നു. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇപ്പോൾ പാക്കറ്റിൽ മേടിക്കുന്ന പരിപ്പ്, പയറ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എന്താണ്, ഗ്രേഡ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം അതൊരു അളവിലായിരിക്കും അല്ലേ, 100 ഗ്രാം, 200 ഗ്രാം, 500 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഗ്രേഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഓക്കെ, ഈ ഗ്രെയിൻസ് മാത്രമല്ല, പറഞ്ഞ പോലെ എന്താണ്, ഫ്രൂട്ട്സും ഇതൊക്കെ എന്താണ്, ആ ഒരു ഗ്രേഡിങ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പോൾ അത്തരം ഡിസ്ട്രിബ്യൂഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കുള്ളൂ, അൾട്ടിമേറ്റ്ലി ഒരു വെയർ ഹൗസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കാം എന്ത് സംഭവിക്കുന്നത്, അതിൻ്റെ ഗ്രേഡിങ് നടക്കുന്നത്, ആ ഗ്രേഡിങ് ആൻഡ് പാക്കേജിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് കുറച്ച് ഗ്ലോസറി ടേംസ് പരിചയപ്പെട്ടല്ലേ, ഒരു 2-3 വീഡിയോസായിട്ട് നമ്മളത് കുറച്ച് ഗ്ലോസറി ടേമുകൾ പരിചയപ്പെട്ടു. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്രോസ് ടോക്കിംഗ്, പുട്ട് അവേ, പാറ്റൈസിങ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. എല്ലാം മനസ്സിലാക്കി എന്നല്ല, എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോസറി ടേംസ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി നമ്മളവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ബാക്കി വെയർ ഹൗസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ അടുത്ത വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ആ ഒരു പ്രൈമറിലി ആ ഒരു ബേസ് ബിൽഡ് ചെയ്തതിന് ശേഷമേ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും അടുത്ത വീഡിയോ മുതൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ വെയർ ഹൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ താങ്ക് യു.